എന്റെ അല്ലോ, രാത്രി ഫ്ലാറ്റിൽ വരാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിലേ നിന്നെ ഇപ്പൊ ഇങ്ങനെ കൈയോടെ പിടികൂടാൻ സാധിക്കില്ലായിരുന്നു. ടീഷർട്ടിന്റെ ഓർഡർ തന്നാലേ നീ ഫോട്ടോ തരൂ അല്ലേ? ഓർഡർ തന്നാലേ ഫോട്ടോ തരൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓർഡർ തന്നൂടേന്ന് അപേക്ഷിച്ചു, അത്രേ ഉള്ളൂ. അല്ല, ഭാവി ഭാര്യയുടെ ഫോട്ടോ കാണാനുള്ള എന്റെ അഭിനിവേശത്തെ നീ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. എടുക്കടാ ഫോട്ടോ. അല്ലെങ്കിൽ നിന്റെ പെണ്ണിന്റെ ഫോട്ടോ എനിക്കെന്തിനാ? ഈ തിരക്കൊന്നും ഒഴിഞ്ഞോട്ടെ, നമുക്ക് ഒരുമിച്ച് ഫ്ലാറ്റിൽ പോയി ഫോട്ടോ എടുക്കാം. അപ്പൊ ആ ഫോട്ടോ ഇപ്പൊ നിന്റെ കയ്യിലില്ലേ? ഫോട്ടോ കൈ കൊണ്ട് കിടക്ക്. എന്തിന്? ആ ശരി, എനിക്ക് കാത്തിരിക്കാൻ തീരെ സമയമില്ല. ഇപ്പൊ തന്നെ പുറപ്പെടാ. ഇപ്പോഴാ? നിന്നോട് വരാനാ പറഞ്ഞ. ഫോട്ടോ ഒക്കെ എടുത്തു തരാം. നീ ആദ്യം ഈ കൈയൊന്ന് വിട്. വേണ്ട, വേല കയ്യിലിരിക്കല്ലേ. അവിടെ നിൽക്കാൻ അങ്ങനെ നിക്കണില്ല മോനെ. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ഇവിടെ വരാൻ. എന്നെ ഓടിക്കരുത്. 1500 മീറ്ററിൽ കോളേജ് ചാമ്പ്യനാ ഞാൻ. ഫോട്ടോ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ടീഷർട്ടിന്റെ ഓർഡർ തരാതെ ഞാൻ ഇത് തരുന്ന പ്രശ്നമില്ല. സൈനുദ്ദീൻ ഇങ്ങോട്ട് വന്നാ? ഇല്ല, നിങ്ങൾ ഒന്നിച്ചല്ലേ പോയത്? അവനെ ഇപ്പൊ എന്റെ കൈ കിട്ടിയല്ലോ. അവൻ ബാലുവിന്റെ അടുത്ത് കാണുമായിരിക്കും. അവനെ പിടിക്കാതെ വിടില്ലെന്ന് പറഞ്ഞേക്ക്. കുട്ടിയുടെ ഫോട്ടോ ഉഷാറായിട്ടാ. നീ കണ്ട? കണ്ടല്ലോ, നല്ല അസല് കുട്ടി. ബാലു, ബാലു. സൈനുദ്ദീൻ ഇങ്ങോട്ട് വന്നോ? കടലില്ലേ? ഇല്ല. എങ്കിൽ ചിലപ്പോ ജെയിംസിന്റെ അടുത്താണ്. ശരി. ആ സഹർ, കുട്ടിയുടെ ഫോട്ടോ കണ്ടോട്ടോ, കലക്കിയിട്ടുണ്ട്. സൈനുദ്ദീൻ വന്നാ? ആ, വന്നിട്ട് പോയി. സൈനിക ഫോട്ടോ കാണിച്ചിട്ടോ, കുട്ടി നന്നായിട്ടുണ്ട്. അവനെ വിദ്യാസാഗർ, നിന്റെ വിദ്യയൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്നെ പിടിക്കാൻ ഓടുകയാണല്ലേ? നേരെ നോക്കി വണ്ടി ഓടിക്കണം. എന്നെ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കയറാൻ നോക്കണ്ട. എന്റെ പൊടി പോലും നിനക്ക് കിട്ടൂല. ഈ ലോകത്തുള്ള മുഴുവൻ പേരെ നീ ഫോട്ടോ കാണിച്ചു. എന്നോട് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? വെറും 10,000 പീസിന്റെ ഓർഡർ അല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഒരു കാര്യം ചെയ്യും, തൽക്കാലം മോൻ നല്ല കുട്ടിയായിട്ട് ഓഫീസിൽ പോയി ഓർഡർ ഒക്കെ ടൈപ്പ് ചെയ്ത് വൈകുന്നേരം സക്കരയുടെ ഫ്ലാറ്റിലേക്ക് വാ. അയാളുടെ മോന്റെ ബർത്ത്ഡേ പാർട്ടിയല്ലേ ഇന്ന്, നിന്നെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ. അവിടെ വെച്ച് നമുക്ക് ആഘോഷമായിട്ട് ഫോട്ടോ കാണാം. എന്താ മോനെ സൈനു, ഫോട്ടോ ഇപ്പൊ താടാ. നോ നത്തിങ് ഡൂയിങ്. വൈകുന്നേരം പാർട്ടി. ഓക്കെ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ചിക്കു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ചിക്കു. ഹാപ്പി ബർത്ത്ഡേ ടു ചിക്കു. കുട്ടിയുടെ ഫോട്ടോ അസലായിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ. സക്കറിയ ദമ്പതികളുടെ മകൻ ചിക്കുവിന്റെ ജന്മദിനം ആഘോഷിക്കാനാണല്ലോ നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മൾ മലയാളികൾ ഇതേപോലുള്ള ആഘോഷങ്ങളിൽ ഒന്നിച്ചു കൂടും, വെടിവറയും, ഭക്ഷണം കഴിക്കും, പിരിഞ്ഞു പോകും. അതോടെ തീർന്നു. നമ്മൾ മലയാളികൾക്ക് ഒത്തൊരുമയില്ല. പരസ്പര സഹകരണം എന്ന വാക്ക് നമ്മുടെ നിഘണ്ടുവിലേ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു സഹായവും ചെയ്യില്ല. ഞാനിത് പറയാൻ കാരണം, വിദ്യാസാഗർ നമ്മുടെയൊക്കെ കൂട്ടുകാരനാണ്. അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ ദാ എന്റെ കയ്യിലുണ്ട്. വരട്ടെ. അവന്റെ കമ്പനി എനിക്ക് കുറച്ച് ടീഷർട്ടിന്റെ ഓർഡർ തന്നാലേ ഈ ഫോട്ടോ ഞാൻ അവന് കൊടുക്കൂന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അവൻ എന്നെക്കാൾ ആരോഗ്യമുള്ളവനാണ്. അതുകൊണ്ട് ഈ ജിങ്കാന ഒരു ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വന്ന് എന്റെ ചുറ്റും നിൽക്കൂ പ്ലീസ്. അവൻ ആക്രമണത്തിന് മുതിർന്നു കഴിഞ്ഞു. എല്ലാവരും എന്നെ രക്ഷിക്കാൻ തയ്യാറെടുത്തോളൂ. നീ ഫോട്ടോ എടുക്ക. ഓർഡർ എടുക്ക്. നീ ഫോട്ടോ എടുക്കടാ. ഓർഡർ എടുക്കാൻ. ഫോട്ടോ ഓർഡർ എടുക്ക്. ഫോട്ടോ തന്നാലേ ഓർഡർ തരൂ, അല്ലെങ്കിൽ നീ ഇനി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യും. ആ കവറിനുള്ളിൽ ഓർഡർ ആണെന്ന് അറിഞ്ഞാലേ ഫോട്ടോ തരൂ. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല. വിശ്വാസമില്ല?
എടാ, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ വിശ്വസിക്കണം. ഓർഡർ തരാത്ത കൂട്ടുകാരന്മാരെ വിശ്വസിക്കാൻ പാടില്ല. വഞ്ചനയാണ്. സൈനുദ്ദീൻ, വേണ്ട, വേണ്ട, പിടിക്കണ്ട, പിടിക്കണ്ട സാർ. അല്ലോ, നല്ല കുട്ടിയായിരുന്നു. ഹലോ. ആ ചേച്ചി, ചേച്ചി കറക്റ്റ് സമയത്താ ചേച്ചി വിളിച്ച്. ചേച്ചി കൊടുത്തയച്ച ഫോട്ടോ കിട്ടി, വളരെ നന്നായിട്ടുണ്ട്. അവളിപ്പോ ചിക്കൻ മസാല കിടന്ന് വെന്ത് തിളച്ച് നല്ല പരുവായിട്ടുണ്ട്. അവളിനി കല്യാണം കഴിക്കാൻ കൊള്ളത്തില്ല, കഴിക്കാനേ കൊള്ളാവൂ. അത് ശരി. ഛേ, ഇതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഫോട്ടോ അങ്ങോട്ട് അയച്ചത്. ആ സൈനുദ്ദീന്റെ തലക്കിട്ട് 2 കിഴുക്ക് കൊടുക്ക്. ഇനിയിപ്പോ രണ്ടാമത് അവിടെ ചെന്ന് ഫോട്ടോ എങ്ങനെയാ ചോദിക്കുക? ഹേ വേണ്ട വേണ്ട, ഇനി ഫോട്ടോ അയക്കൊന്നും വേണ്ട. ഈ ദുബായിൽ ഞാൻ ഒഴിച്ച് മറ്റെല്ലാവരും ഫോട്ടോ കണ്ടു. ചേച്ചിയുടെ സെലക്ഷൻ വളരെ നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്നാണല്ലോ. കാണാത്തതുകൊണ്ട് അതിലില്ലാത്ത സങ്കല്പത്തിന്റെ തേരിലേറി എനിക്ക് എത്ര വേണമെങ്കിലും സഞ്ചരിക്കാൻ. ഇന്നലെ രാവിലെ ഞാൻ ജബലാലിൽ നിന്ന് ഫോൺ ചെയ്തപ്പോഴും പൽപ്പിന് ചേച്ചി എന്നോട് പറഞ്ഞതാ എയർപോർട്ടിൽ വരാമെന്ന്. സത്യം പറ മോനേട്ടാ, ഇതിനിടയിൽ എന്തെങ്കിലും വഴക്കോ പിണക്കോ എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. പിന്നെ എന്തുകൊണ്ട് പൽപ്പിന്റെ ചേച്ചി പിള്ളേർ എന്നെ റിസീവ് ചെയ്യാൻ എയർപോർട്ടിൽ വന്നില്ല? നമ്മൾ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അത് ശരിയായൊരു ഉത്തരവല്ലല്ലോ. അതൊക്കെ പോട്ടെ, ഒരുക്കങ്ങളൊക്കെ ആയോ? എനിക്ക് 3-4 ദിവസം മുമ്പ് വേണമെങ്കിൽ വരാമായിരുന്നു, പക്ഷെ ഞാൻ വേണ്ടെന്ന് വെച്ചു. വന്നാൽ ചിലപ്പോ എന്റെ കൺട്രോള് പോയി ഒന്നവളെ കാണണമെന്ന് തോന്നിയാലോ. ഫോട്ടോ ചിക്കൻ മസാല വീണപ്പോ തന്നെ ഞാൻ വിചാരിച്ചു ഇതൊരു പുതുമയാവട്ടെ. കല്യാണ പെണ്ണിനെ കല്യാണ പന്തൽ ആ നിമിഷം ആദ്യമായി കാണുക, അതൊരു ത്രില്ലല്ലേ. മോനേട്ടൻ കുട്ടിയെ പറ്റി ഒന്നും പറഞ്ഞില്ല. ധാരാളം സംസാരിക്കുന്ന ടൈപ്പാണോ അതോ മിണ്ടാ പൂച്ചയാണോ? ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള അനൗൺസ്മെന്റ് കേട്ടപ്പോൾ ഞാൻ ഓടുകയായിരുന്നു. അതുവരെ ചില ചില്ലറ ഷോപ്പിങ്ങിൽ ഞാൻ മുഴുകിയിരിക്കുകയായിരുന്നു. ഭംഗിയുള്ള ചില ലേഡീസ് വാച്ചുകൾ, കമ്മലുകൾ. ആർക്കാണെന്ന് പറയണ്ടല്ലോ. എന്റെ കൂടെ ജോലി ചെയ്യുന്ന രാമനാട്ടുകരയിലുള്ള ഒരു വാസുദേവൻ, അവൻ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ കൈ വറച്ചത് അവിടെയൊക്കെ പാട്ടാ. വീഡിയോ ക്യാഷിൽ ആ ഭാവം മാറ്റി കളഞ്ഞു. അങ്ങനെ കല്യാണ ക്യാഷിൽ ഇപ്പൊ താലി കെട്ട് മാത്രമില്ല. എനിക്കങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായി. പക്ഷെ 10,000 പേര് ആ സമയത്ത് നമ്മളെ മാത്രം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ അതൊക്കെ നമ്മളെന്തിനാ ശ്രദ്ധിക്കുന്നല്ലേ? മോഹനേട്ടന് ടെൻഷൻ ഉണ്ടായിരുന്നു? ഓർമ്മയില്ല. ഞാൻ വെറുതെ ഓർത്തു കാറ് വന്ന് നിൽക്കുമ്പോ ആദ്യം കാണുന്ന അമ്മാവനെ ആയിരിക്കും. എന്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ? ബാല, ഈ സാധനമൊക്കെ എടുത്ത് അകത്ത് വെക്കി. പന്തല് കൊള്ളാം, കുറച്ചുകൂടെ അലങ്കാരങ്ങളാകാമായിരുന്നു അല്ലേ? നീ അകത്തോട്ട് കയറി. ഒരു കല്യാണത്തിന്റെ തലേ ദിവസം കാണേണ്ട ഒച്ചയും ബഹളമൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. ഓ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലേ. നിങ്ങക്ക് ഇളയച്ചനോടുള്ള പഴയ സ്നേഹമൊക്കെ പോയി. എന്താ എയർപോർട്ടിൽ വരാത്തെ? അതിന് ശിക്ഷയുണ്ട്, ചോക്ലേറ്റ്സ് ഉടുപ്പൊന്നും തരില്ല. എവിടെ അമ്മ? റൈറ്റ് ടൈമിന് ഫ്ലൈറ്റ് എത്തിയോ? കുശല പ്രശ്നങ്ങളിൽ എനിക്ക് തൽക്കാലം താല്പര്യമില്ല. പൽപ്പിനി ചേച്ചി എന്നെ വഞ്ചിച്ചു. മാധവിയമ്മ കുറച്ച് ചായ ഹീറ്റർ ഓൺ ചെയ്തിട്ടുണ്ട്, ചെന്ന് കുളിക്ക്. ഈ തണുത്ത സ്വീകരണത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. അറിഞ്ഞോ അറിയാതെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇവരൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കി. 10-32 വർഷമായിട്ട് സ്ഥിരമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് ഞാൻ. അതുകൊണ്ട് അത് കളാ. എന്താ കല്യാണത്തിന് ആരെ ക്ഷണിച്ചില്ലേ? നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ പോലും കാണുന്നില്ലല്ലോ. അത് ഒരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, പോയി കുളിച്ചിട്ട് വാ. കുളി ഇത് കേട്ടതൊന്നും ദുബായിന്ന് ഞാൻ ഇവിടം വരെ വന്ന് കുളിക്കാനാണ്. കുളിച്ചേക്കാം.
കുളി കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്ക് 2 മാസത്തെ ലീവ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷെ ആ കുട്ടിയുടെ വിസ ശരിയാവുകയാണെങ്കിൽ അതിനു മുമ്പ് കടക്കും. അവിടെ ഫുൾ ഗ്യാങ് കാത്തിരിക്കുകയാണ്. നീ ഇരിക്ക്. എല്ലാം ശാന്തമായി ക്ഷമയോടെ നീ കേൾക്കണം. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ സംഭവിച്ചതൊക്കെ നിന്റെ നന്മ കൊണ്ടാണെന്ന് കരുതിയാൽ മതി. കല്യാണത്തിന് ശേഷമായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്റെ സ്ഥിതി? 2 മാസം ഉണ്ടല്ലോ. പത്മിനി ചേച്ചി നിനക്ക് വിശ്വാസം ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് പറയാണ്. ഇതിനേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ നിനക്ക് ഞങ്ങൾ കണ്ടുപിടിച്ചു തരും. ഇന്നലെ രാത്രി ഫോൺ വരെ ഉണ്ടായത് അവരുടെ വീട്ടിൽ നിന്ന്. ആ കുട്ടി മറ്റാരുമായി സ്നേഹത്തിലാണെന്നും അയാളുടെ കൂടെ ആരും അറിയാതെ ഒളിച്ചോടി പോയിരുന്നു. വായനക്കാരുടെ കത്തുകൾ പോസ്റ്റ്മാൻ തലച്ചുമടായിട്ട് ആഫീസിലേക്ക് കൊണ്ടുവരുന്നത്. അതിൽ നിന്ന് കുറച്ച് ഞാനിങ്ങ് എടുത്തു. എല്ലാവരും ഞെട്ടിയിരിക്കുക. സാഹിത്യകാരന്റെ ദുബായ് ഫ്ലാഷ് ബാക്ക് കലക്കിയിട്ടുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഈ കഥ എങ്ങോട്ട് പോകുമെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. വായിച്ചു നോക്ക്. ഏത് തെണ്ടിയുടെ കൂടെയാണ് യക്ഷി ഒളിച്ചോടിയത്? ഒളിച്ചോടിയിട്ട് അവർ കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചെങ്കിൽ അവനിപ്പോ എവിടെ? അവൻ ചത്തോ അതോ പ്രസവിച്ചോ? നോക്ക്. പറഞ്ഞതുപോലെ അവനിപ്പോ എവിടെ? സാഗറിന് അയാളെ അറിയില്ലേ? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ എന്തിനാ അയാളെ കാണണം? കാണണല്ലോ. സാഹിത്യകാരനും അയാളും കണ്ടുമുട്ടുന്നതല്ലേ അടുത്ത ലക്കം. ഓഹോ, അങ്ങനെയാണോ അടുത്ത ലക്കം? എന്നാലല്ലേ ഒരു സംഘട്ടനത്തിനും 5-6 കിണ്ണം ഡയലോഗിന് ചാൻസ് ഉള്ളൂ. സാഹിത്യകാരനെ ചതിച്ച അവന്റെ മോന്തക്കിട്ട് പടപടാന്ന് 2 എണ്ണം കൊടുക്കുന്നത് വായനക്കാരനെ എന്തൊരു കോരിത്തെരിപ്പായിരിക്കും. സാഗർ ബുദ്ധിമുട്ടണ്ട. ആദ്യം പല്ലും നഖവും ഉപയോഗിച്ച് അവനെ കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അല്ല, ഞങ്ങൾ ഏറ്റു.